ജൂലൈ 26 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തിന് സ്റ്റേറ്റ്സിൻ്റെ ടാക്സിങ് പവറുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും മൈനർ ഏരിയ അല്ലെങ്കിൽ മിനറൽ റിച്ച് ഏരിയാസ് അല്ലെങ്കിൽ മൈനിങ് ഏരിയാസിലെ ടാക്സസ് പിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റ്സിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞ 8:1 വേർഡിക്റ്റ് ആണ്. അതായത് 9 അംഗ ജഡ്ജിൽ 8 പേര് ഇതിനെ അംഗീകരിക്കുകയും 1 പേര് എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് 8:1 വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം, ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം എന്ന് നോക്കാം. അതായത് ഭരണഘടനാ ബെഞ്ച് 9 അംഗ ബെഞ്ചാണ്. അതായത് 8:1 എന്ന് പറഞ്ഞ വേർഡിക്റ്റ് ആണ്. 8 പേര് അനുകൂലിച്ചും ഒരാൾ എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പാർലമെന്റ് പാസ്സാക്കിയുള്ള മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് ഒരിക്കലും സ്റ്റേറ്റ്സിനെ ഈ ഒരു മൈനുകളെ ടാക്സ് ചെയ്യുന്നതിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൈനിങ് ഏരിയാസിൽ നികുതി പിരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഭരണഘടന ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകുന്ന അവകാശമാണ് ഇത്. അതിനെ ഒരിക്കലും തടയാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് അധികാരമില്ല എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ വിഷയം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയുള്ള അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയുള്ള മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1957 പ്രകാരമാണ്. ഇത് പ്രകാരം ഈ ഒരു മൈനുകൾ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിലത്തെ റെഗുലേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആക്ടിൽ പറയുന്നത്. ഇത് ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇവിടെ പിന്നെ അധികമായിട്ട് നികുതി പിരിക്കാനുള്ള അവകാശം ഇല്ല, ടാക്സ് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഈ പാർലമെന്റ് ആക്ടിൽ പറയുന്നത്. ഇതാണ് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോടതി പറഞ്ഞത് ഇവിടെ റോയൽറ്റി സ്റ്റേറ്റ്സിന് പേ ചെയ്യുക എന്ന് പറയുന്നത് അത് ആ ഒരു പ്രോപ്പർട്ടി ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു എമൗണ്ട് ആണ്. റോയൽറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ടാക്സ് അല്ല, അത് ഒരു മൈനിങ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഒരു മൈനിങ് ഏരിയ ലീസിന് കൊടുക്കുന്ന സമയത്ത് ആ മിനറൽ റൈറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ആ മിനറലിൻ്റെ അവകാശിക്ക് കൊടുക്കുന്ന, അത് ഉപയോഗിക്കുന്ന അതിൻ്റെ അവകാശിയായിട്ടുള്ള സ്റ്റേറ്റിന് കൊടുക്കുന്ന ഒരു തുകയാണ് റോയൽറ്റി എന്ന രീതിയിലാണ് സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സിന് നികുതി പിരിക്കാനുള്ള അവകാശമുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫെഡറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾ, ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ വരുമാനത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഫിസിക്കൽ ഫെഡറലിസം പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. രണ്ട് ഗവൺമെൻറ്റുകൾക്കും അല്ലെങ്കിൽ രണ്ട് പാർലമെൻറ്റിലും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ ആവശ്യമാണ്, പണം ആവശ്യമാണ്, വരുമാനം ആവശ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ഫെഡറലിസം കൃത്യമായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നൽകേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഫിസിക്കൽ ഫെഡറലിസത്തിൽ പറയും. കാരണം അതിനൊക്കെ പൈസ ചിലവുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് റവന്യൂസ് ജനറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് റവന്യൂസ് ഉണ്ടാക്കാൻ പറ്റുക, ഈ ചിലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൂടുതൽ കളക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റേറ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചും ഗ്രാൻറ്റിനെ കുറിച്ചും പ്രത്യേകിച്ചും ഇത് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. കാരണം ഒരേ നികുതി തന്നെ രണ്ടുപേരും പിരിക്കുമ്പോൾ ഡബിൾ ടാക്സേഷൻ വരും. അതിന് പകരം ഒരാൾ നികുതി പിരിക്കുക, എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം സ്റ്റേറ്റ്സിന് കൊടുക്കുക. അതായത് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, ഇത്തരത്തിലുള്ള ടാക്സുകൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രാൻസ്ഫേഴ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗ്രാൻറ്റുകൾ നൽകേണ്ടതെന്നൊക്കെ ഈ ഒരു ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റുകൾക്ക് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ട് സംസ്ഥാനങ്ങളുടെ ടാക്സേഷൻ പവർ, നികുതി പിരിക്കാനുള്ള അധികാരത്തെ ബാധിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഒരു കേസാണ്. പ്രത്യേകിച്ചും പല വെൽഫെയർ സ്കീമുകളും സ്റ്റേറ്റുകൾ നടത്താറുണ്ട്, സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. അതിനെ ബാധിക്കുന്ന രീതിയിലായി പോവും ഇത്തരത്തിലുള്ള നികുതി പിരിക്കാനുള്ള അധികാരത്തിൻ്റെ മേലെ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 നോക്കിക്കഴിഞ്ഞാൽ ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയുള്ള മൈനിങ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു നിയമമാണ്. എങ്ങനെയാണ് മൈനിങ് ലീസ് അല്ല മൈനിങ് ലൈസൻസുകൾ അക്വയർ ചെയ്യാമെന്നും എങ്ങനെയാണ് അവിടെ മൈനിങ് ചെയ്യേണ്ടതും അതിൻ്റെ പ്രോസസ്സും കണ്ടീഷൻസും ഒക്കെയാണ് ഈ ഒരു ആക്ടിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈവൻ മൈനർ മിനറൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരികയാണെങ്കിലും ഇത് ഈ ഒരു മൈനിങ് ആക്ടിൻ്റെ പരിധിയിലാണ് വരുന്നത്. അത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിലാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഭരണഘടനയിൽ ഈ ഒരു ഫെഡറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാക്സ്, മൈൻസ് ആൻഡ് ക്വാറീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 246 ഇതാണ് ഫെഡറലിസം
ത്തിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിളിൽ ഒന്നായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്, മൊത്തം അധികാരത്തെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ച്. അതിൽ എൻട്രി 49 ടാക്സ് ഓൺ ലാൻഡ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതായത് ഭൂമിയുടെ മേലെയും ബിൽഡിങ്സിന്റെ മേലെയും നികുതി പിരിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 246 പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതായത് ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ മൈൻ നടക്കുന്നതും ഭൂമി തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 50 എന്ന് പറയുന്നത് പാർലമെന്റിന് സ്റ്റേറ്റിന്റെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് നടത്താൻ വേണ്ടി പറ്റും. അതായത് മിനറൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഈ ഒരു MMDR ആക്ട് പോലുള്ള ആക്ട് വരുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അധികാരത്തിന്റെ മേലെ ലിമിറ്റേഷൻ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് എൻട്രി 50 പറയുന്നതായിട്ടുള്ളത്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ എൻട്രി 49 എൻട്രി 59 സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. അതായത് അത് രണ്ടും ഡിഫറെൻറ്റ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റിന് ഇത്തരത്തിലുള്ള ഈ ഒരു മിനറൽ റൈറ്റ്സ്, പ്രത്യേകിച്ചും യൂണിയൻ ലിസ്റ്റിലുള്ള മിനറൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയം സ്റ്റേറ്റ്സിന്റെ മേലെ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതായത് യൂണിയൻ ലിസ്റ്റിൽ എൻട്രി 54 പറഞ്ഞു വെച്ചാൽ റെഗുലേഷൻ ഓഫ് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ഡിക്ലെയർഡ് ബൈ പാർലമെന്ററി ലോ ടു ബി എക്സ്പെഡിൻ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ റെഗുലേഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ടാക്സേഷനെ കുറിച്ചിട്ടല്ല മെൻഷൻ ചെയ്യുന്നത്. സോ ടാക്സ് പിരിക്കാനുള്ള അവകാശം നോക്കി കഴിഞ്ഞാൽ 49 നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടാക്സ് ഓൺ ലാൻഡ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പരിധിയിലാണ്. പക്ഷെ മൈൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് കയ്യിലാണ്. അപ്പൊ ടാക്സ് പിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ മൈനിങ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വാർത്തയിൽ ഇന്നേ ദിവസത്തെ ഡിസ്കഷനിൽ തന്നെ കവർ ചെയ്യുന്നത് കൂടിയാണ്. അടുത്തൊരു വാർത്ത മുത്ത റിവറുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കമാണ്. ഇപ്പം നമുക്ക് നോക്കാം എവിടെയാണ് ഈ മുത്ത റിവർ, എവിടെയാണ് ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള കാരണം മഹാരാഷ്ട്രയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. 6ഓളം ആൾക്കാർ മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹെവി റെയിൻഫോൾ കാരണം മുത്ത എന്ന് പറയുന്ന റിവർ അത് ഓവർഫ്ലോ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്ത റിവർ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ മഹാരാഷ്ട്രയിലുള്ള റിവറാണ്. ഇത് വെസ്റ്റേൺ ഘാട്ടിൽ റൈസ് ചെയ്തിട്ട് ഈസ്റ്റ്വേർഡ് ഫ്ലോ ചെയ്യുന്നതാണ്. എന്നിട്ട് അത് മൂള എന്ന് പറയുന്ന റിവറിലേക്ക് ജോയിൻ ചെയ്യും പൂനെയുടെ അടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു നദിയിലാണ് പൻഷേത്ത് എന്ന് പറയുന്ന ഡാം ഉള്ളത്. അതായത് ഈ ഒരു മുത്താറിന്റെ ട്രൈബ്യൂട്ടറിയാണ് അമ്പി എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്. അതിലാണ് ഈ ഒരു പൻഷേത്ത് എന്ന് പറയുന്ന ഡാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടറിനും ഇറിഗേഷനും വേണ്ടിയിട്ടൊക്കെ പൂന സിറ്റിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡാം എന്നുള്ള വെള്ളം ഖടക് വാസാല വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ഡാമിൽ വെച്ച് റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് പൂനെയിലേക്കുള്ള, പ്രധാനമായിട്ടും പൂനെയിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇതാണെന്ന് വെച്ചുക. അപ്പോൾ ഈ മുത്ത റിവർ മൂള റിവറിൽ ജോയിൻ ചെയ്യും. അതിനുശേഷം ഈ ഒരു മുത്ത റിവർ പോയിട്ട് ഭീമ റിവറിൽ ജോയിൻ ചെയ്യും. ഭീമ എന്ന് പറയുന്നത് കൃഷ്ണയുടെ ട്രൈബ്യൂട്ടറി ആണെന്ന് വെക്കുക. അപ്പോൾ ആക്ച്വലി ഈ ഒരു മുത്ത റിവർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റിവറാണ്. അത് മൂള റിവറിൽ ജോയിൻ ചെയ്യും. മുത്തയും മൂളയും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് ഭീമയിൽ പോയി ജോയിൻ. ഭീമ എന്ന് പറയുന്നത് കൃഷ്ണയുടെ ട്രൈബ്യൂട്ടറി ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഭീമ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുത്ത റിവർ ഇതാണ്. അപ്പോൾ ഈ ഒരു മുത്ത റിവർ വന്നിട്ട് അത് മൂള റിവറിൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ഭീമയിൽ ജോയിൻ ചെയ്യാണ്. അതിനുശേഷം അത് എവിടെ പോയിട്ട് ജോയിൻ ചെയ്യാണ്, അത് കൃഷ്ണ റിവറിലേക്ക് ജോയിൻ ചെയ്യാണെന്ന് ഓർത്തുക. അപ്പോൾ ഇത് അവിടെയുള്ള മഹാരാഷ്ട്രയിലുള്ള ചെറിയ ചെറിയ റിവേഴ്സ് ആണ്. പക്ഷെ ഈ ഒരു കണക്ഷൻ ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തൊരു വാർത്ത ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ടാണ്. ജാർഖണ്ഡിലെ 2 MLA ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ ജാർഖണ്ഡ് MLA 2 പേരെ ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്തതിനാലും അവർ പാർട്ടി ചേഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ അതായത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുമ്പോൾ അത് ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിലേക്ക് വരും. ഇന്ത്യൻ ഭരണഘടനയുടെ 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ ഒരു MLAയോ MPയോ അയാളുടെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുമ്പോഴാണ് ആന്റി ഡിഫെക്ഷൻ ലോ പ്രധാനമായിട്ടും അപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പോൾ 10th ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ 1985 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1985 ആന്റി ഡിഫെക്ഷൻ ലോ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണ സമയത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓർക്കുക. അതായത് ഇത്തരത്തിൽ ലെജിസ്ലേറ്റേഴ്സ് അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയും അത് ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1985 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഭരണഘടനയിലെ 10ാമത്തെ ഷെഡ്യൂളായിട്ട്
ആന്റി ഡിഫെക്ഷൻ ലോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓർത്ത് വെക്കുക, ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഗ്രൂപ്പായിട്ട് MLA മാരോ MP മാരോ വിടുകയാണെങ്കിൽ അതിനെ ബേജർ എന്നാണ് വിളിക്കുക, ഡിഫെക്ഷൻ എന്നല്ല. അത്തരത്തിലുള്ള ഒരു കേസിൽ അത് ഡിഫെക്ഷന്റെ പരിധിയിലേക്ക് വരില്ല എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതായത് ഒരു ഗ്രൂപ്പായിട്ട്, ഒരു പാർട്ടിയിൽ നിന്ന് ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ, അതായത് 1/3 ഓഫ് ദി സെലക്ടഡ് മെമ്പേഴ്സ് ആണ് പോകുന്നതെങ്കിൽ അതിനെ മേജർ എന്ന കാറ്റഗറിയിലാണ് വരുത്തുക എന്നുകൂടി ഓർത്തു വെക്കുക. പിന്നീട് 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ഇത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. 2/3 ഓഫ് ദി മെമ്പർ എന്ന രീതിയിലേക്ക് മാറ്റി എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇത് മേജറിന്റെ ഇൻ ഫേവർ ആയിരിക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാർട്ടിയിൽ നിന്നുള്ള 2/3 MLA മാർ പോവുകയാണെങ്കിൽ അതിനൊരു മെർജർ ആയിട്ടാണ് കണക്കാക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഒരു മെമ്പറിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അദ്ദേഹത്തിന് ഈ ഒരു ഹൗസിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എലക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെമ്പറിനെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പറിനെ ആ ഒരു സ്ഥലത്ത് വീണ്ടും മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പം ആക്ച്വലി അദ്ദേഹം ആ പാർട്ടിയെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ആക്ച്വലി ആരാണ് ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്നത് വെച്ചാൽ ആന്റി ഡിഫെക്ഷൻ ലോയിലെ ചെയർമാൻ ഓഫ് ദി ഹൗസ് ആണ്, അല്ലെങ്കിൽ സ്പീക്കറാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചെയർമാൻ ആണ് വരിക എന്നുകൂടി ഓർത്തുക, അല്ലെങ്കിൽ സ്പീക്കറാണ്, നിയമസഭാ സ്പീക്കറാണ് അധികാരം വരിക എന്നുകൂടി ഓർത്തുക. അതിന് കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റ് ഒന്നുമില്ല, അദ്ദേഹത്തിന് ആവശ്യത്തിന് സമയം എടുക്കാവുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ ആണെന്ന് കൂടി ഓർത്തു വെക്കുന്നത്, കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരളത്തിൽ ഒരു എക്സ്റ്റേണൽ കോർപ്പറേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണെന്നും സ്റ്റേറ്റിന് ഇത്തരത്തിൽ അധികാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.